നിങ്ങളുടെ സഖിയായിട്ട് വരേണ്ടത്. പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ ശരി തന്നെ ആയിരിക്കാം. പക്ഷേ നാളെ കണ്ണും മൂക്കും അള്ളാഹു അടുത്തന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന് മറുപടി പറയണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞേക്ക്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും വലുതാണ്. ഒരു കുടുംബത്തെ വേദനിപ്പിക്കണ്ടല്ലോ. ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മക്കളും മതം മാറുന്ന ആ മതക്കാർക്ക് പേടിയായിരിക്കും, വിഷമായിരിക്കും, വേദനയായിരിക്കും. ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്ന മുസ്ലിം കുടുംബങ്ങൾക്കും വേദനയാണ്. രണ്ടും വേണ്ട. സ്വമേധയാ ദീൻ സ്വീകരിക്കുന്നുണ്ടോ അവർ സ്വീകരിച്ചോട്ടെ. നിങ്ങൾ ആരെയും ചാടിച്ചു കൊണ്ടുവരെ അത്തരം പ്രേമം നടിക്കുക കാര്യങ്ങൾ ഒരു നിലക്കും ചെയ്യുക പാടുള്ളതല്ല. കാരണം ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇബ്നു അബ്ദുറഹീം ക്രിസ്ത്യാനിയായപ്പോ വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ യാത്ര പോയപ്പോൾ അവരെ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം ഇവിടെയുണ്ടോ? അപ്പോ ആളുകൾ ചോദിച്ചപ്പോ പറഞ്ഞു, ആ ആൾ ഇവിടെ ഉണ്ട്. ചോദിച്ചു, മാ ഫഅല ഖുർആനുക്, ഇബ്നു അബ്ദുറഹീം നിന്റെ ഖുർആനൊക്കെ എന്താ, നീ ഹാഫിളായിരുന്നില്ലേ, നീ എന്തായി എന്ന് ചോദിച്ചു. ഉൻസീതുഹാ, എല്ലാം മറന്നുപോയി, ഒരൊറ്റായത്ത് ഞാൻ മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ നീ മറക്കാത്തത്? അവർ ചോദിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആവുന്നു. അല്ല, ഒക്കെ മറന്നുപോയി. മറക്കാത്ത എന്താണെന്നറിയോ? റുബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസികൾ അന്ന് കൊതിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് മാത്രം ഇവർക്ക് മറന്നിട്ടില്ല, ബാക്കിയൊക്കെ മറന്നുപോയി എന്ന്. യാ അല്ലാഹ്, പ്രേമം കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, ദേഷ്യം കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ മുതലിനോടുള്ള ആർത്തി, റഗ്ബത്ത്, വെറുതെ പേടിച്ചിട്ട് ജാതിയും മതവും തിരിയാത്ത രീതിയിൽ മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോലും തേച്ചുമാച്ച് കളഞ്ഞ് എന്തോ കോലത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ മമ്പാട്ട കുട്ടികളെ അങ്ങനെ കാണുന്നില്ല. അൽഹംദുലില്ലാ. ചില നാട്ടിലൊക്കെ ചെന്നാൽ കാതിൽ കുത്തിയിട്ടും കഴുത്തിൽ മാലയും കയ്യുമ വളയും കാൽമ പാദസരത്തിന് പെൺകുട്ടികൾക്കുണ്ട് പാദസരം കിട്ടുന്ന പരിപാടി. അതുപോലെ അതടക്കം മൂക്ക് കുത്തിയിട്ടും പുരുഷന്മാർ. പിന്നെ ഇപ്പോൾ ടാറ്റു പച്ച കുത്തുന്നില്ലേ, അതൊക്കെ വൈകാതെ നമ്മുടെ നാട്ടിലൊക്കെ എത്തും. നമ്മുടെ അങ്ങാടികളിലൊക്കെ ടാറ്റു സലൂണുകൾ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്പാടൊന്നുമില്ലല്ലോ ടാറ്റു കുത്തുന്നൊന്നും. അലിയസർ വാക്കി ഉസ്താദ് ഇവിടെ ഉണ്ട്. യാ അല്ലാഹ്, ഞാൻ കാവനൂർ ഉസ്താദ്, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഓടിയെത്തുന്ന ഒരു മഹാനാണ്. ഒരുപാട് കാലം മസ്കത്തിലായിരുന്നു ഞാൻ. മസ്കത്തിലൊക്കെ 99 2000 പോയ സമയം ഉസ്താദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിതാബിൻ്റെ രചനയിലാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ സുഹൃത്തിൻ്റെ അബ്ദുൽ കരീം ഹുദവി മുണ്ടംപറമ്പിൻ്റെ അമ്മോഷനും കൂടിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അവർ കാവനൂരാണ്. അത് മംഗലാപുരത്തെ പരിപാടിക്ക് വരെ വരാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറാ. റഹബത്തും സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയും, അല്ലേ? ഹറാമിലേക്ക് മനുഷ്യൻ പോകുന്നു. പേടി തോന്നിയാൽ കോലം മാറുന്നു, രൂപം മാറുന്നു, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഹൈഡ് ചെയ്യുന്നു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ഫാഷനാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ അവരായിട്ടാ കൂട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു മെസ്സിയെ കോപ്പി ചെയ്തു, അല്ലെങ്കിൽ റൊണാൾഡോയെ കോപ്പി ചെയ്തു, വേറെ ആരെങ്കിലും കോപ്പി ചെയ്തു, നിങ്ങൾ ആരെയാണോ കോപ്പി അടിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നു, സ്വർഗത്തേക്ക് പോകും. ഇല്ലേ, അവർ പോകുന്നിടത്ത് നിങ്ങളും പോകേണ്ടി വരും. അത്രേ വിഷയമുള്ളൂ. ആരെയും പ്രേമിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർ പോകുന്നിടത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതാ പ്രശ്നം. അതുകൊണ്ട് റഹബത്തിലും ദേഷ്യം വരുന്നിടത്തും വികാരത്തിന്റെ പ്രശ്നങ്ങൾ, വൈകാരികമായ ചിന്തകൾ വരുന്നിടത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പണി മനുഷ്യർ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. നല്ല ക്ഷമ വേണ്ടി വരും. കിഫ്രിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വ്യഭിചാരത്തിന്റെ ഒരവസരം കയ്യിൽ കിട്ടിയിട്ടത് ചെയ്യാതിരിക്കുന്നവർ, എത്ര ഗൗരവമാണത്!
പെൺകുട്ടികൾ ഇങ്ങോട്ട് തോളിൽ പിടിക്കാൻ വരുന്ന കാലം, ആൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മിങ്കിളാവാനുള്ള സാഹചര്യങ്ങളുള്ള കാലം, നിയമങ്ങൾ അങ്ങനെ ആവുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടൊരു പ്രായപൂർത്തി ആയിടം മുതൽ അന്യൊരു പെണ്ണിനെ അന്യവളായിട്ടും അന്യൊരു പുരുഷനെ അന്യനായിട്ടും കാണേണ്ടതും ആ തരത്തിലുള്ള ഇടപെടലുകളെ പാടുള്ളൂ എന്ന് ശരീഅത്ത് പറയുമ്പോൾ, ഇനിയൊരു തലമുറയോട് പറയുമ്പോൾ അതവർക്ക് വിചിത്രമായി തോന്നിയേക്കാം, അത്ഭുതം തോന്നിയേക്കാം. അതെന്താ അങ്ങനെ? ഞങ്ങളൊക്കെ ഇപ്പൊ അതിന് നടക്കുകയാണോ? അതാണോ ഇതിനർത്ഥം? അതൊന്നും അതിന്റെ അർത്ഥമാവണമെന്നില്ല. അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ, പുരുഷന്മാരായ വിശ്വാസികളോട് പറയണം, അവരുടെ കണ്ണ് എല്ലായിടത്തേക്കും അഴിച്ചുവിടരുത്. ഒരു കല്യാണത്തിന് ചെന്നാൽ, ഒരു സദ്യക്കു ചെന്നാൽ, ഒരു വിവാഹ ചടങ്ങിലെത്തിയാൽ, ഒരു ക്യാമ്പസിലെത്തിയാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടപ്പെടുന്നത് മുഴുവൻ നിങ്ങൾക്ക് നോക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കണ്ണുകളെ ചിമ്മേണമേ എന്ന് പറയണം നബിയെ. വയഹ്ഫളൂ ഫുറൂജഹും. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തവർ വ്യഭിചാരത്തിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും. വഖുല്ലിൽ മുഅ്മിനാത്ത്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അവരും അവരുടെ കണ്ണുകൾ ചിമ്മണമെന്ന്. പെണ്ണുങ്ങൾക്കൊരു ഒരു തരത്തിൽ ലജ്ജയും നാണവും എന്ന് പറഞ്ഞ സംഗതി, പർദ്ദട്ട പിന്നെ ആണുങ്ങളെ പോലെ നടക്കാം എന്ന് വിചാരിക്കുന്ന കൂട്ടരുണ്ട്. അവരങ്ങനെ ആണുങ്ങളെപ്പോലെ തന്നെ നടക്കുന്നു. ഒരു റുജൂലത്ത്, എന്തൊരു വൃത്തികേടാണത്. ചിലർ നിഖാബ് വരെ ധരിച്ചിട്ടുണ്ടാവും. നാട്ടിലെല്ലാ കഥയും അവർ കാണുന്നുണ്ടാവും, അവരെ കാണുന്നില്ലല്ലോ. ഇതാണോ നിഖാബ് എന്ന് പറഞ്ഞാൽ? അവരെ ഇങ്ങോട്ട് കാണരുത് എന്ന പ്രകാരം തന്നെ അവരങ്ങോട്ടും കാണാതിരിക്കണ്ടേ? അപ്പോഴല്ലേ നിഖാബാവുള്ളൂ. ഇതിന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണ പോലെ ഒരു നിഖാബ് ഒരാരും കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ കഥയും അവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവരുത്. നമ്മുടെ കണ്ണുകൾ പുരുഷന്മാർ സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ അവരുടെ കണ്ണുകൾ അവരും സൂക്ഷിക്കണം. എങ്കിലേ നിങ്ങളുടെ മനസ്സിന് ശുദ്ധത ഉണ്ടാവും. മനസ്സ് ശുദ്ധിയായാലേ അള്ളാഹുവിനെ പറ്റി പറയുന്ന അങ്ങോട്ട് കയറുള്ളൂ, അല്ലെങ്കിൽ കയറൂല. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا فوقاهم الله شر ذلك اليوم. ഖിയാമത്തിന്റെ എല്ലാ ഷർറുകളും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചവർക്ക് റബ്ബ് തആല സംരക്ഷണം നൽകും എല്ലാ ഷർറിൽ നിന്ന്. നാളെ സൂര്യനെ അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവരും, അവിടെ തണല് വിരിക്കും. ദാഹമുണ്ട്, അവർക്ക് ഹൗദുൽ കൗസർ അല്ലാഹു കൊടുക്കും. ഖിയാമത്ത് ദൈർഘ്യമേറിയ നൃത്തമാണ്. അത് അസ്ർ മഗ്രിബിന്റെ സമയം പോലെ അള്ളാഹു ചുരുക്കി കൊടുക്കും. നന്മകളെ കനം തൂക്കി കൊടുക്കും. കിതാബുകൾ, തതായുറുസ് സുഹഫ് എന്ന് പറയുന്ന കിതാബുകൾ വലതിലോ ഇടതിലോ കൊടുക്കുന്ന നേരത്ത് വലത് കൈയിൽ വാങ്ങാൻ കഴിയും. ഇതൊക്കെ ആർക്കാണെന്നറിയോ? ആർക്കാണ്? വജസാഹും ബിമാ സ്വബറൂ. ക്ഷമിച്ചതിന്റെ പേരിൽ. കൂട്ടുകാർ പറയും, ഡാ പോരുന്നോ, അടിച്ചു വിളിക്കാം. എന്താ? ഏതെങ്കിലും വല്ല പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കള്ളു കുടിക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഇത് പറയുമ്പോഴേ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന് റസൂലിനും പേടിക്കേണ്ട ആളാണ്, നിങ്ങളത് ചെയ്യല്ലേ എന്ന് കൂട്ടുകാരോട് പറയേണ്ടവരാണ്. മിനിമം ഞാനില്ല, എന്നതിന് കിട്ടൂല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. നബ്തലി, പരീക്ഷണം അവിടെയാണ്. ഒരു തിന്മയുടെ മുമ്പിലെത്താതെ എങ്ങനെ പരീക്ഷിക്കുക? പരീക്ഷണം സാധ്യമാവണമെങ്കിൽ ഒരു തിന്മയുടെ മുമ്പിൽ നമ്മൾ ചെന്നുപോയി ചാടണം. കള്ളുടിക്കാത്ത കൂലി ഒരുപക്ഷെ പുസ്തകന്മാർ മുച്ചാലിമികൾ കിട്ടിക്കോണമെന്നില്ല. എന്തേ? അവരാ ലോകം കാണുന്നേ ഇല്ലല്ലോ. അല്ലാത്തവർ എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കുന്നവരാണ്, 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പോൾ UK ലണ്ടനിലൊക്കെ ചെന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും കള്ളുവെക്കൽ നിർബന്ധം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കള്ളുണ്ടാവും. വെള്ളത്തിന് 1.5 പൗണ്ടാണെങ്കിൽ കള്ളിന് 1 പൗണ്ടാണ്. അപ്പോൾ 50 പൈസ കുറവാ കള്ളിന്. മനുഷ്യന്മാർ വാങ്ങി കുടിക്കും. നമ്മുടെ മലയാളികൾ പോലെ മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക? നാട് മാറി ചെല്ലുമ്പോൾ കോലം മാറുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ. ഒരു പരീക്ഷണം മുമ്പിലെത്തുമ്പോഴല്ലേ നമ്മളത് ചെയ്യൂല്ലേ എന്നറിയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അതുകൊണ്ട് സ്വന്തം കൂട്ടുകാര് തിന്മയിലേക്ക് പോകുമ്പോ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തണം. ഞാനതിനില്ല എന്ന് പറയാൻ കഴിയണം. പെൺകുട്ടികളെ, നിങ്ങൾ സ്കൂളിൽ കൂടെ പഠിക്കുന്നവരുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്മേറ്റുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഹറാമിന്റെ ലഹരി ചുവയുള്ള വാക്കുകൾ അവരെന്ന് വരാൻ തുടങ്ങുമ്പോ
നിങ്ങളുടെ കൂട്ടുകാര് നിങ്ങളുടെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങുമ്പോ ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പെൺകുട്ടികളെ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതാണ് നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ അന്തസ്സ്. ഇത് പറയാൻ കഴിയണം. ഞാനൊരു മുസ്ലിമച്ചാണ്, എനിക്കെന്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകേണ്ടതുണ്ട് എന്ന ഓർമ്മയുണ്ടായി സ്വന്തം ശരീരത്തെ സൂക്ഷിക്കാൻ ആണും പെണ്ണും തയ്യാറാണെങ്കിലല്ലയോ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന മക്കളെ, പ്രായപൂർത്തിയെത്തിയവർ 20, 25, 26 വയസ്സായി കല്യാണം കഴിക്കാത്തവർ, അവർ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് വ്യഭിചാരം ചെയ്തുകൊണ്ടോ മദ്യപിച്ചതിന് ശേഷമോ ആണ് കിടക്കുന്നതെങ്കിൽ, ലഹരി മയക്കും മണം പോലും അറിയില്ല. ലഹരിയുടെ പ്രശ്നം അതാണ്. കള്ളുടിച്ചാലും മണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റൂല. അങ്ങനെ വന്ന് കിടക്കുന്ന മക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വരിക? ഉമ്മാക്കറിയുന്നുണ്ടാവില്ല, വാപ്പാക്കറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയുമോ, ഒരു നായയുടെ കുഞ്ഞ്, ഒരു ജർവ് നായയുടെ കുഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കിയിരുന്ന വീടിന്റെ കട്ടിലിന്റെ താഴെ കുറച്ച് ദിവസം അവിടെ വന്ന് കിടന്നുറങ്ങിയത് അറിയാതെ പോയി. വഹി വരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജിബ്രീലേ അബ്തഅത അലയ്യ, ജിബ്രീലേ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാൻ നേരം വൈകിയത്? അങ്ങ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, വഹി ലഭിക്കാൻ വേണ്ടി, ഖുർആൻ സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, നബിയേ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അല്ലാഹു ഞങ്ങളോട് പറയുമ്പോഴേ ഞങ്ങൾക്ക് വരാൻ കഴിയൂ നബിയേ. അള്ളാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ ആകാശ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പിന്നെയോ അങ്ങയുടെ വീടിന്റെ ഉള്ളിൽ ഒരു നായ കിടന്നുറങ്ങുന്നുണ്ട്, ആ നായ അവിടെ ഉണ്ടായിരിക്കെ അത്തരം വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് മറുപടി പറയുന്നു. നായ മുഗല്ലദായ നജസാണ്. പക്ഷെ നായക്ക് വെള്ളം കൊടുത്ത ഒരു അഭിസാരികയായ പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, മറക്കരുത്. നായ കൊല്ലണം എന്നല്ല മസല. നായ അത് നിങ്ങളെ തൊടുകയോ അതിന്റെ സലൈവാവുകയോ നനവോടുകൂടെ തൊടുകയോ ചെയ്താൽ 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണിട്ട വെള്ളം കൊണ്ടാവണമെന്ന് മസല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുത്ത് ഒരു വ്യഭിചാരി പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, നായക്ക് വെള്ളം കൊടുത്തിട്ട്. അത് അള്ളാഹു പടച്ച സൃഷ്ടിയാണ്. അങ്ങനെയാ, ചില സൃഷ്ടികൾ അങ്ങനെയാണ്. പാമ്പ് അത് കടിക്കുന്നതാണ്. ഹിംസ്ര ജന്തുക്കളുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ആ ജീവി അങ്ങനെ ആയത് ആ ജീവിയുടെ കുറ്റമല്ല. അങ്ങനത്തെ ഒരു നായ കിടന്നുറങ്ങിയിട്ട് പോലും അവിടെ വഹി വന്നിട്ടില്ല എങ്കിൽ ബുദ്ധിയും വിശേഷ ബുദ്ധിയും അറിവും തൻ്റെ ഇടവുമുള്ള മനുഷ്യ മക്കളെ മുസ്ലിം കുടുംബങ്ങളിൽ തിന്മകൾ ചെയ്ത് കിടന്നുറങ്ങുമ്പോ പാതിരാവിൽ വന്ന് കയറി, വീടിന്റെ വാതിൽ തുറന്ന് കയറി കൂർക്കം വലിച്ചുറങ്ങുമ്പോ അള്ളാഹുവിന്റെ വേണ്ടി ഒരു ചിന്ത പോലും ഇല്ലാതെ നിസ്കാരം പോലും നഷ്ടപ്പെടുത്തി കഴിയുമ്പോ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരിക? തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നന്നാവണം എന്ന തോന്നലില്ലാതെ വന്നാൽ എപ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ആർക്കറിയാം? അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് അവസാനത്തെ അന്ത്യപ്രഭാഷണം ചെയ്യുമ്പോൾ അവിടുത്തെ ഫെയർവെൽ സ്പീച്ച്, അവസാനത്തെ പ്രഭാഷണം, ആ പ്രഭാഷണം നബി തങ്ങൾ നടത്തുമ്പോൾ അവിടത്തേക്ക് 62 വയസ്സാണ് പ്രായം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 62 വയസ്സ് നബിക്ക് പ്രായമാകുമ്പോൾ ശരീരത്തിൽ കുടവയർ നബി തങ്ങൾക്കില്ലായിരുന്നുവെന്നാണ് ചരിത്രം. ആരോഗ്യം, പൂർണ്ണ ആരോഗ്യവാനാണ്. ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല. താടിയിലും തലയിലുമായി 20ഓളം രോമങ്ങളെ നബി തങ്ങൾക്ക് നരച്ചിട്ടുള്ളൂ 62 വയസ്സായപ്പോ. എന്നിട്ടും നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇസ്മഊനി, എന്നെ കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ ഒരു കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇനി ഒരിക്കലൂടെ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഇനി ഒരിക്കലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമോ എന്നറിയില്ല. യൂഷിക്കു അൻ യഅ്തിയനി റസൂലു റബ്ബി, മരണത്തിന്റെ ദൂതനായ മലക്ക് എന്നെ സമീപിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, ഞാനൊരു കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ടോ അത്? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ദീർഘായുസ്സും സലാമത്തും ഈമാനും തഖ്വയും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.